എൻ്റെ പേര് അരുൺ. എൻ്റെ വീട് ഇടുക്കിയിലെ മാട്ടുകെട്ട് എന്ന സ്ഥലത്താണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ വീട്ടിൽ അച്ഛന്, അമ്മ, അനിയൻ, ചേട്ടന്, 2 ചേട്ടന്മാരുണ്ട്, ഒരു ചേച്ചി. ഫാമിലിയിലെല്ലാവരും തന്നെ പാടുന്നവരാണ്. ചേട്ടനും പാടുന്ന, അച്ഛനും പാടുന്ന. ചേട്ടനെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട് വരുന്നത് വീട്ടിലൊരു മാഷ് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ ഇച്ചിരി അലമ്പ് കാണിച്ചപ്പോഴത്തേനും എന്നെ കയറ്റിയിരുത്തി. പുള്ളിക്കാരൻ ഇച്ചിരി പ്രായമൊക്കെ ആയപ്പോഴത്തേനും പുള്ളി വരവ് നിന്നു. പിന്നെ പാട്ട് കൊടുത്ത് തുടങ്ങുന്നു നിന്നു. വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരാൻ പറ്റുമെന്ന്. ദൈവം അനുഗ്രഹിച്ച് എന്നെ ഇവിടെ ഇങ്ങോട്ടും വിളിച്ചു. ഓഡീഷന് പങ്കെടുത്തു. ഓഡീഷനിൽ നിന്ന് ഫസ്റ്റ് റൗണ്ടിലോട്ട് സെലക്ഷൻ കിട്ടി. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. തൊട്ടാൽ പൂക്കും ചില്ലമേൽ പൊന്നായി മിന്നും പൂവുകൾ കാറ്റിൻ പ്രിയ തോഴി. ഓ കുളിരിൻ പ്രിയ തോഴി. അവളൻ കളിത്തോഴി. ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. കാർത്തികയിൽ നെയ്ത്തിരിയായി പൂത്തു നിൽക്കും കൽവിളക്കേ നിന്നെ തൊഴുതു നിന്നു. നെഞ്ചിൽ കിളിപിടഞ്ഞു. ആദിചാരിയ വാതിൽ പഴുതിലെ രാവിളക്കിനൊളിയല്ലേ മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂ മലരല്ലേ. പാതിചാരിയ വാതിൽ പഴുതിലെ രാവിളക്കൊളിയല്ലേ മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂ മലരല്ലേ. പാട്ടിനു തമ്പുരു ശ്രുതിയല്ലേ ഇവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. ഓ മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴി. ഓ അഴകാം കളിത്തോഴി. വെൺമുകിലിൻ താഴ്വരയിൽ വെണ്ണിലവേ നീ വിരിഞ്ഞു. എന്നും ഓർത്തിരുന്നു നിന്നെ കാത്തിരുന്നു. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ്. കൊന്ന മലരാൽ കൂടിയുടുത്തൊരു മേട നിലാവാണ്. താമരപ്പൂവിൻ
പേടിക്കണ്ട, നന്നായിരുന്നു. അരുണേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഔസാർ വന്ന നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഷോയില് മെഗാ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത ആളാണ് അരുൺ. ഇടുക്കി സൈഡ് അവിടെ ഇല്ല വീട്, ഓട്ടോ ഓടിക്കുന്നു. ഇത് ചാത്തമാര് പറയാതെ തന്നെ അരുണിനെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മള് തെറ്റി കേറി പാട്ട് പഠിച്ച ആളല്ലേ? അതറിയാവോ സാറിന്? വീട്ടില് ചേട്ടനെയാണ് പിന്നെ പാട്ട് പഠിപ്പിക്കാൻ അമ്മ സാറിനെ വിളിച്ചത്. ചേട്ടൻ എന്ത് ചെയ്താ എടുക്കുന്നില്ല. അപ്പൊ ഫീസ് മുതലാക്കാൻ അനിയൻ ഇരുന്ന് പഠിച്ച് അനിയൻ പാട്ട് പാടുന്നു. ചേട്ടൻ ആ വഴിക്ക് എടുത്തിട്ടില്ല. ചേട്ടനൊരു രക്ഷയില്ല. അങ്ങനെ അനിയനെ വന്നിരുത്തി നീയെങ്കിലും പഠിക്കും, എന്തായാലും മാഷിന് ഫീസ് കൊടുത്തു. അങ്ങനല്ല, അങ്ങനെ ആ ഗ്യാപ്പിൽ അനിയൻ പഠിച്ചാണ്. അങ്ങനെയാണ് അരുൺ അസലായിട്ടൊന്നും പാടി, ഇന്നും അടിപൊളിയായിട്ട് പാടി. സാർ അരുൺ നന്നായിരുന്നു. അരുണ് പൊതുവെ ഒരു ടെൻഷൻ സ്വഭാവമാണെന്നുള്ളത്. പേടിയാണ് ചെറുതായിട്ടുള്ള പേടിയാണ് കൂടുതൽ പേടിക്കേണ്ടത്. ഒട്ടും പേടിക്കാൻ പാടില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇറങ്ങി തിരിച്ചില്ല പാട്ട് പാടാൻ. എനിക്ക് അരുണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരുണിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഖനമാണ്. ശബ്ദം നല്ല വെയിറ്റുള്ള സൗണ്ട്. നമ്മളിപ്പോൾ ചില ഈ ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ മമ്മൂട്ടിയുടെ ശബ്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മമ്മൂട്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ശബ്ദം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ജനസിൽപ്പെട്ട ശബ്ദമാണ് അരുണിൻ്റെ. വെയിറ്റുള്ള സൗണ്ട്. പക്ഷെ അതിനൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ അറിയോ? വലിയ സാധനങ്ങളെ മെരുക്കാനായിട്ട് ഒരുപാട് പണിയെടുക്കണം. യു ഹാവ് ടു വർക്ക്. ഇപ്പോൾ ചെറിയ ശബ്ദമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തൊണ്ടയിൽ വഴങ്ങും. ഈ ശബ്ദത്തിന് വെയിറ്റ് കൂടുന്തോറും ഇവിടെ ഇത് എന്താ പറയുക, മസിൽസ് വോക്കൽ കോഡൊക്കെ ഇത്തിരി കുറച്ച് സ്റ്റിഫായിരിക്കും. അപ്പം അവനെ നന്നായിട്ട് നമ്മൾ സാധകം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ശബ്ദം വെച്ചിട്ട് യു ക്യാൻ ബിക്കം എ ബ്യൂട്ടിഫുൾ സിംഗർ. നമ്മൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു പയ്യൻ, അവൻ 2 മണിക്കൂറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് അവൻ പാടുന്നുണ്ട്. അപ്പം ഞാനും 2 മണിക്കൂർ പോരാ, കാരണം അവൻ്റെ ശബ്ദത്തിന് ആ 2 മണിക്കൂർ മതി. പക്ഷേ മോൻ്റെ ശബ്ദത്തിന് യു ഹാവ് ടു പ്രാക്ടീസ് എക്സ്ട്രാ. അത്രയും നല്ലൊരു ഖനമുള്ള ശബ്ദമാണ്. മനസ്സിലാവുന്നുണ്ടോ? പാട്ടിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ ഓവറോൾ പാട്ട് നന്നായിട്ട് പാടി എന്ന് ഞാൻ പറയും. ഓക്കെ, ഇവൻ എന്താ പറഞ്ഞ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്? എന്താ പറഞ്ഞ ഓട്ടോറിക്ഷ? അരുൺ പഠിച്ചായിരുന്നോ വല്ലതും? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടില് സഹായിക്കാൻ വേണ്ടിട്ട് ജോലിക്ക് ഇറങ്ങി. ഞാൻ അനിയച്ചാരെ പഠിപ്പിക്കാൻ വേണ്ടി. See that. അതിലപ്പുറത്തൊന്നുമില്ല മോനെ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയത്. പഠനം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. അപ്പോൾ അത് ദാറ്റ്സ് ഗുഡ്. ഐ ലവ് ദാറ്റ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി ശ്രമിക്കുക, നന്നായിട്ട് ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞെട്ടിക്കണം ഞങ്ങളെ. ഷുവർ? ഓക്കെ, എന്താ പറയാ, ബ്യൂട്ടിഫുൾ വോയിസ്. ശരിക്കും ഞാൻ അരുണിൻ്റെ വോയിസിൻ്റെ ഒരു ആരാധികയായി മാറി. എന്നുവെച്ചാൽ അത്രയും ഒരു സോൾഫുൾ വോയിസ്, ആത്മാവുള്ളൊരു ശബ്ദം. ആ ശബ്ദം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വന്തമായിട്ട്. കാരണം ഇതൊക്കെ ഒരു സിനിമ സംഗീത ലോകത്ത് നല്ലോണം തിളങ്ങി നിൽക്കുന്നൊരു ശബ്ദമായി മാറും അത് കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ. അരുണ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു ഈ ഒരു സംഗീതത്തിലൂടെ. പക്ഷേ സാറ് പറഞ്ഞതുപോലെ കുറച്ചതിനെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയെടുക്കാനുണ്ട്. എനിക്കൊന്ന് അന്ന് പാട്ട് പഠിച്ചപ്പോൾ ചേട്ടന് വേണ്ടി വന്ന മാഷ് നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്കൊരു മാഷ് വേണം. നമ്മളൊരു മാഷ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ കണ്ടുപിടിച്ച് നമ്മളവിടെ പഠിക്കാൻ പോവാം. കാരണം അന്ന് അതൊരു വെറുതെ ഒരു ലാഘവത്തിൽ അങ്ങ് പഠിച്ചതാണ്. ഇനി അത് സീരിയസ് ആയി പഠിക്കണം. അപ്പോൾ അത് സീരിയസ് ആയി പഠിക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ വരും. ഈ ശബ്ദം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ശരിക്കും സംഗീതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണിത്. നിങ്ങൾ പഠിക്കാത്തതിൻ്റെതാണ്. അപ്പം ധൈര്യമായിട്ട് പോയിട്ട് സംഗീതം പഠിക്കുക. ഈ വേദിയിൽ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ഞാനായാലും ഞാൻ ഒരുപാട് ഉറ്റുനോക്കുന്ന ഒരു എൻ്റെ ഗുരുസ്ഥാനീയനായ ലെജൻഡറി മ്യൂസിക് ഡയറക്ടറാണ് ഔസേപ്പ് ബച്ചൻ സാറ്. അപ്പം സാറിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പാടാൻ സാധിക്കുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതിന് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് സാറ് പറഞ്ഞു തരുന്നത്. അപ്പം അതൊക്കെ നോട്ട് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ വാർത്തെടുക്കാം എന്നുള്ളതൊന്ന് ശ്രമിക്കുക. അരുണിന് നല്ല ഭാവിയുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ ശബ്ദത്തിനെ കുറിച്ച് ഞങ്ങൾ 2 പേരും പറഞ്ഞു.
രണ്ടുപേരും പറഞ്ഞാൽ അതിൽ സത്യമുണ്ട് അല്ലേ ജീവ? സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? വേറെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിലിരുന്നാണ് പിന്നെ 3 ജഡ്ജസ് പറഞ്ഞു നല്ല സൗണ്ടാണ് അരുണിന് വേണ്ടിയിട്ട്. അന്നും പറഞ്ഞു അല്ലേ, അരുണിന് വേണ്ടി അരുൺ പാട്ട് പഠിക്കണം, നല്ല സൗണ്ടാണ്, ദൈവം തന്ന സൗണ്ടാണെന്ന് പറഞ്ഞു. അന്നും പഠിക്കാമെന്ന് പറഞ്ഞാ പോയത് അല്ല. പക്ഷെ സാഹചര്യങ്ങൾ, പക്ഷെ ഇനി ഇപ്പൊ ഇവിടെ വന്നില്ലേ, ഇനി ഇതാണ് സാഹചര്യം. ഇനിയിപ്പോ ചിലപ്പോ ചേട്ടൻ ഒരു മാഷ കണ്ടുപിടിക്കേണ്ടി വരുമോ വീണ്ടും? എന്നാലേ അനിയൻ പഠിക്കുള്ളൂ. അല്ല, പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാം. ഈ ശബ്ദം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഞാൻ വിശ്വസിക്കുന്ന ഈ ലോകം കണ്ട ഏറ്റവും മഹാനായ ഗായകനാണ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ദാസേട്ടൻ. ആർക്കെങ്കിലും എതിര് പറയാൻ പറ്റുമോ? ഇത്രയും വർഷം ഞാൻ ഇപ്പോഴും അതാണ് വിശ്വസിക്കുന്നത്. ആരൊക്കെ എന്ത് പാടിയാലും ഈ ലോകത്ത് എനിക്ക് ദാസേട്ടൻ കഴിഞ്ഞിട്ട് വേറെ ഒരു ഗായകനേ ഉള്ളൂ. ആ ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ അടുത്തൊക്കെ പറയും, ദാസേട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവം തന്ന ഈ ശബ്ദമാണ്. ആ ശബ്ദത്തിനെ ഞാൻ വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും ഞാൻ അതിനു വേണ്ടുന്ന ഭക്ഷണം ഞാൻ കൊടുത്തിരിക്കും എന്നാണ് ദാസേട്ടൻ പറയാറ്. അതാണ് എൻ്റെ കടമ. എനിക്ക് ദൈവം തന്നു, അപ്പം ഞാൻ അതിനെന്ത് കൊടുക്കണം? നമുക്ക് ശരീരം തന്നു, അതുകൊണ്ട് കുറേ ഭക്ഷണം കഴിച്ച പോലെയല്ല. ദാസേട്ടൻ അത് ശബ്ദത്തിന് വേണ്ടിയാണ്. ഇപ്പോഴും ഈ 85 വയസ്സിലും അമേരിക്കയിൽ പോയിരിക്കുന്നത് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രായത്തിൽ ഇവിടെയൊക്കെ കുറച്ച് കൊച്ചുമക്കളൊക്കെ ആയിട്ട് സൂചിച്ച് ജീവിക്കാമല്ലോ, റിലാക്സ് ചെയ്യാമല്ലോ. ഒന്നുമില്ല, ഇപ്പോഴും മുമ്പത്തേക്കാൾ കൂടുതൽ പഠിക്കുന്നു. ഇത് നമുക്കൊക്കെ ഒരു മാതൃകയാവണം. അപ്പം നല്ല ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അരുണിന്റെ മാർക്സിലേക്ക് പോവാം. അരുൺ എന്താ ഒരു ശോകമായി നിൽക്കുന്നേ? വിഷമാണ്. എന്താണ് അരുൺ വിഷമം? മനസ്സിനകത്ത് എന്തെങ്കിലും ദുഃഖമുണ്ടോ? വിഷമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞോ? ഇല്ല. അതിന്റെ വിഷമാണോ? എന്താ നിന്റെ പേര്? അതാണോ വിഷമം? അരുൺ പ്രണയിക്കുന്നുണ്ടോ? അരുൺ ഉണ്ട്. മറുപടി 2 സെക്കൻഡ് ഡിലേ ആയപ്പോ ഉറപ്പിച്ചോ ആള് കയ്യിൽ പോയി. ഉണ്ട്. എത്ര നാളായി? 1.5-2 വർഷമായി. 2 വർഷമായി. അത് സക്സസ്ഫുൾ ആവട്ടെ. അതെ, അരുണിന്റെ പ്രിയതമ കാണുന്നുണ്ടെങ്കിൽ അരുണിനെ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഉഷാറാക്കി എടുക്കണം. അപ്പോ ഫോൺ വിളിക്കുമ്പോ കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ ഒരു പരിധി വരെ കേൾക്കുള്ളൂ, പക്ഷെ യു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കേൾക്കും. അപ്പൊ ഒന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ല ഹുട്ടപ്പനാക്കി വിടണം. അപ്പൊ അരുണും അരുണിന്റെ പ്രിയതമയും എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു മ്യൂസിക്കും എല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് ഒരു ഗസലിന്റെ ഒരു 2 വരി വരുന്നു. അതിന്റെ ഒരു അർത്ഥം എന്താന്ന് വെച്ചാല്, പ്രണയം എന്ന് പറയുന്നത്, ഇപ്പൊ അരുൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രണയം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ അല്ല പറയപ്പെടുന്നത്, അത് കണ്ണുകളിലൂടെയാണ് അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, അറിയിക്കുന്നതും. कौन कहता है मोहब्बत की जुबान होती है, कौन कहता है मोहब्बत की जुबान होती है, ये हकीकत तो निगाहों से बयां होती है, कौन कहता है मोहब्बत की जुबान होती है, ये हकीकत तो निगाहों से बयां होती है, कौन कहता है मोहब्बत की जुबान होती है. ആഹാ, ഇത് കേൾക്കുമ്പോഴേ കഭി കഭി മേരെ ദിൽ മേ ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया
ആഹാ, ഇതിന്റെ കൂടെ പിടിക്കണമെന്നുണ്ട്, പക്ഷെ പാട്ടറിയാത്തോണ്ട് വേണമെങ്കിൽ 2 ഡയലോഗ് പറയാം. പറഞ്ഞു പ്രേമം 2 സുവർണ ലിപികളാൽ തീർത്ത മഹാകാവ്യം, മിഴുനീർ കണങ്ങളിലെ മഹാസമുദ്രം, ഋതുക്കളിൽ വസന്തം പോലെ വികാരങ്ങളിൽ പ്രണയം നാം വിടുമ്പോൾ സുഖകരങ്ങളായ നൊമ്പരങ്ങളെന്നോ നൊമ്പരങ്ങളുടെ നിർവൃതിയെന്നോ നമുക്കതിനെ വിളിക്കാം. പ്രണയം വിവിധ വർണ്ണങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ അതിന്റെ അനസ്യൂത പ്രയാണം തുടരുകയാണ്. ആര്യ സിനിമയ്ക്കകത്തെയാണ് ഒരു പെൺകൊച്ചിനെ എഴുതി കൊടുക്കാൻ വേണ്ടി കാണാതെ പഠിച്ച് സെറ്റ് ചെയ്ത് എടുത്തതാണ്. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പ്രിയതമയുടെ ബർത്ത്ഡേ ആണോ? എങ്ങനെ മനസ്സിലാക്കുന്നല്ലേ? ഈശ്വര, അപ്പൊ ഇതെല്ലാം കൂടെ ഒരു കോയിൻസിഡൻസ് ആയി എല്ലാം. അതുകൊണ്ട് ഒരു പ്രണയത്തിന്റെ സെഷൻ തന്നെ. ഒരു റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഒരു കണ്ടസ്റ്റന്റിനും ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. അരുണിന്റെ എല്ലാം പിന്നെ പേരറിയാത്ത പ്രിയതമയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, ഇനി ഇതൊക്കെ എന്തിനാ ഞങ്ങൾ ചെയ്യുന്നത് അറിയാം? അടുത്ത പ്രാവശ്യം ചിരിച്ച് ഉഷാറായിട്ട് പാടണം. ഓക്കെ 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 ഓക്കെ, എന്നാ മാർക്ക് കൊടുക്കാം. 34 മോനെ. 34. അടിപൊളി. അഞ്ജലി അരുൺ വീണ്ടും 34. 68 മാർക്ക് 100-ൽ 68. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിലും കൂടുതൽ വാങ്ങിക്കുന്നു. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ഓക്കെ, ശരി. ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ. ബൈ. പോണില്ലേ? ഓ, ഞാൻ പറഞ്ഞോളാം. ഓ. നമസ്കാരം, ഞാനൊരു ടീച്ചറാണ്. മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണുള്ളത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, നെയ്യാറ്റിൻകരയാണ്. എൻ്റെ സ്ഥലം വെള്ളനാടാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ അമ്മൂമ്മയാണുള്ളത്. പിന്നെ എൻ്റെ പേര് വർഷ. പാട്ട് ഞാൻ 3ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ BA മ്യൂസിക്കാണ് എടുത്തത്, MA മ്യൂസിക് എടുത്തു. പിന്നെ ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. NSS കോളേജിലാണ് ഞാൻ BA പഠിക്കുന്നത്. അത് തൊട്ട് പിന്നെ മ്യൂസിക് തന്നെയാണ് ലൈഫ്. കുഞ്ഞിലെ അത് തന്നെയാണ്. പക്ഷേ നമുക്ക് അറിയുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയൊക്കെ ടൈം. അപ്പോൾ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു മ്യൂസിക്കാണ് എല്ലാം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് മ്യൂസിക്കിലൂടെയാണ്. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്ന് പറയുന്ന സോങ്ങാണ്, വൈശാലി ഫിലിമിലെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ട് പാടാൻ പ്രാർത്ഥിക്കുക. ഇന്ദു പുഷ്പം ചൂടി
సరి మరి సరి రి మ పని ప మరి మ పని ప మ ప మ పని సని ప మ పని సని రి సని సా വെരി നൈസ്, വെരി നൈസ്. എക്സലന്റ്. വർഷ അതല്ലേ പേര്? വർഷ. എവിടെയാ സ്ഥലം? വെള്ളനാടാണ്. വർഷ വെള്ളനാട്. അതെ. കലക്കി കേട്ടോ, അടിപൊളി. വർഷ എന്താ ചെയ്യുന്നേ? ഞാൻ ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. വർഷ മ്യൂസിക് ടീച്ചറാണ്, വെള്ളനാട്. മ്യൂസിക് ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. വളരെ ഗംഭീരമായിട്ട് പാടിട്ടോ. ഭയങ്കര റേഞ്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. ആ തുടക്കമൊക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ട് ആ അനുപല്ലവിയുടെ എൻ്റെലൊക്കെ ഹൈ പിച്ച് പോകുമ്പോൾ ആ വോയിസ് കൺട്രോൾ ചെയ്തത് അടിപൊളി. അവിടെ ഒന്നിങ്ങെ ഫോൾസ് വോയിസ് വന്നിട്ട് വൃത്തികേടാവും സൗണ്ട്, ഈ ഇളിക്കുന്ന പോലെ സൗണ്ട് വരും. അതും വരുന്നില്ല. അവിടെ പോകുമ്പോൾ വോയിസ് അങ്ങനെ ഒതുക്കി എന്നാൽ ശ്രുതിയും പോകാതെ കൃത്യമായിട്ട് പാടി. ഐ തിങ്ക് യു ആർ ഗിവിങ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ്. സോ അല്ലേ, അപ്പം അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഓരോ നോട്ടുകളും ഗമകങ്ങൾ പാടുന്നതെല്ലാം കറക്റ്റ് നോട്ടിലൂടെ തന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. വെറുതെ അതിൻ്റെ ഓരത്തെ കൂടെ അല്ല, കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പാടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ലവ്ലി. അപ്പോൾ ടോട്ടലി നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനി വരും എപ്പിസോഡിലൊക്കെ ഗംഭീരമായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ സന്തോഷിപ്പിക്കുക പാടിയിട്ട്, ഞങ്ങളെയും പ്രേക്ഷകരെയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ.
മഞ്ചരി വർഷ എന്തോ വർഷമായിരുന്നു ഇവിടെ. പിന്നെയും പ്രാസം. ഉഗ്രൻ എന്ന് പറഞ്ഞാല് സ്വീറ്റ് വോയിസ്. താങ്ക് യു. അത് നമുക്കിങ്ങനെ Yeah, yeah. അപ്പുറത്തേക്ക് നോക്കിയിരിക്കുമ്പം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ശബ്ദത്തിലൂടെ ഇങ്ങനെ ഒരാൾ പാടി പോകുന്നു. അതും ചില ഭാഗങ്ങളൊക്കെ ആ സാധാരണ പാടുമ്പോഴത്തേക്ക് വീക്കായി പോകുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് വല്ലാത്ത നല്ല രീതിയിൽ അങ്ങ് മാനേജ് ചെയ്തു. ആർക്കും ഒന്നും മനസ്സിലാവാത്ത വിധത്തിലും സ്ട്രെയിൻ ഇല്ലാത്ത വിധത്തിലും അത് ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് പാടി എന്നുള്ളതാണ് വർഷ. ഇത് എപ്പോഴും നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആർക്കും എപ്പോഴും നമ്മളിങ്ങനെ ഇരുന്ന് ആ പിക്ചറൈസേഷനൊക്കെ ഓർത്ത് അങ്ങനെ വേറൊരു ലോകത്തേക്ക് പോകുന്ന ഒരു പാട്ട്. അത് എപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെതായ ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഇവരിവിടെ ചെയ്ത ആ ഇംപ്രൊവൈസേഷൻ ഉണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ സൂപ്പർ. എനിക്ക് ആ ഇൻട്രോ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ ഫ്യൂ ഒരു ഋത്മിക് ഒരു സാധനം വന്നു. ബെൽസ് ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. ആഹാ. sa 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 ni ni sa 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 ni ni sa 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 pa 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 ni ni sa 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 re re sa 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 ni ni sa 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 pa ma pa ma pa ma re re ni ni sa umada gumada gana garaje badra उमड़ घुमड़ घन गरज बदरा उमड़ घुमड़ घन गरज बदरा उमड़ घुमड़ घन गरज बदरा कारे कारे अते हिडरावे अंधियारी कारी कारी मारो मरो उमड़ घुमड़ घन गरज बदरा उमड़ घुमड़ घन गरज बदरा कारे कारे अते हिडरावे अंधियारी कारी कारी मारो मरो उमड़ घुमड़ घन गरज बदरा उमड़ घुमड़ घन गरज बदरा आ बदरा ഒരു ഇൻട്രോ വായിച്ച് തുടങ്ങിയതാ. അടിക്കിടില്ലേ, അടിപൊളി. തീർച്ചയായിട്ടും അത് ഞാൻ ഈ നമ്മുടെ മ്യൂസിഷ്യൻസിന് കൊടുക്കുന്ന ഒരു വലിയൊരു കൈയടിയാണ്. കാരണം ആർട്ടിസ്റ്റിന് പാടാൻ തോന്നണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ ഒക്കെ ആ വായനയിലൂടെ ആണ് നമുക്ക് പാടാൻ തോന്നുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ചെയ്തത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. ശരിക്കും അതാണ് എനിക്കൊരു പാടാനൊരു ഫീല് വന്നത്. പിന്നെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, ഔസേപ്പച്ചൻ സാർ വയലിൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇതൊരു പൂർണ്ണമായ ഒരു ജാമിങ് പോലെ ആയേനെ. സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ സാർ? അതെ അതെ, എന്തോ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാ. അങ്ങനെ മനോഹരമായ മഴയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രാഗമായതുകൊണ്ടും ഞാൻ പണ്ട് കാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുന്ന രാഗങ്ങളിൽ ഒന്നായിരുന്നു മിയ മൽഹാർ. അപ്പം അതിങ്ങനെ അതൊക്കെയാണ് ഞാൻ ഈ സമയത്ത് ഓർത്തത്. അപ്പം എൻ്റെ ആ ഗുരുജീനെയൊക്കെ, അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല, പക്ഷേ അദ്ദേഹത്തെയൊക്കെ ഓർത്തുപോയി ഞാൻ. ശരിക്കും മോളോടൊരു വലിയ താങ്ക്സ് പറയുന്നു ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒരുപാട് 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 ഇഷ്ടപ്പെടുന്ന മ്യൂസിഷ്യൻസ്, നിങ്ങൾക്കൊരു വലിയ താങ്ക്സ് ഇങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തതിൽ. താങ്ക് യു. വർഷം ചെറുതിലെ മുതലേ ഒരുപാട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള, എനിക്കൊന്നൊരു കഥ തന്നെ പറയാനുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ചാത്തമാരങ്ങനെ അറിയിച്ചത്. അതെ, 3ാം ക്ലാസ് തൊട്ട് ഓഡിഷനൊക്കെ പോയി തുടങ്ങി.
ഇതുവരെയും കിട്ടിയിട്ടില്ല. 2-3 ഓഡിഷനൊക്കെ കടക്കും, പിന്നെ വീണ്ടും ഔട്ടാവും. അങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കേരളം കടന്ന് തമിഴ്നാടൊക്കെ പോയി പറഞ്ഞു. അതെ അതെ, തമിഴ്നാട്ടിൽ ഒരു 4-5 ഓഡിഷൻ കടന്നു. പിന്നെ ഒരു 6ാമത്തേക്ക് ആയപ്പോൾ ഔട്ടാവും. അങ്ങനെ ഒരുപാട് അന്ന് മുതല് ഇങ്ങനെ ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഇന്നാണ്. അതെ അതെ, വലിയൊരു സ്വപ്നമാണ്. നേരത്തെ പറഞ്ഞ ഡയലോഗ് സാർ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. വർഷ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒരു സന്തോഷം തോന്നുന്ന സമയമാണ്. പിന്നെ ഒരുപാട് സന്തോഷം. വർഷ വന്നതോട് നമ്മളും സന്തോഷിച്ചു. കാരണം ഒരു ശരിക്കും ഒരു മ്യൂസിക്കൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. വർഷ ഇത്രയും എന്താണ് റിജക്ഷൻസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ഈ വന്ന വരവ് ഒരു ഐശ്വര്യമുള്ള ഒരു വരവാണ്. തീർച്ചയായിട്ടും. ചില ആൾക്കാർ അസൂയ കൊണ്ട് വാസോണ്ണാന്ന് വിളിക്കുന്നു പറഞ്ഞത് ആണോ? വാസൂട്ടനാണോ? കുഞ്ഞിക്കൂനല്ലേ വാസോണ്ണൻ. വർഷ ചുരുങ്ങി വർഷു ആയി, പിന്നെ വാസു ആയി, പിന്നെ വാസോണ്ണനായി, പിന്നെ പോയല്ലോ. ഈ കുഞ്ഞിക്കൂനല്ലേ വാസോണ്ണനെ തന്നെയല്ലേ അവർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർക്ക് കൊടുക്കാം. വർഷ പാടിയതിന് മഞ്ജരി പാടിയതിനല്ല കേട്ടോ. 45. അടിപൊളി. മഞ്ജരി വർഷ പാടിയതിന് 45 ചേർത്ത് എത്ര? 95 ഓർക്കുന്നു. അപ്പൊ 100-ല് നമുക്ക് 90 ആയിട്ടുണ്ട്. കിടിലൻ മാർക്ക് കേട്ടോ. ഈ ഉഷാറിലങ്ങ് പോട്ടെ. ഓക്കെ വാസോണ്ണ, അടുത്ത പ്രാവശ്യം നമുക്ക് തകർക്കണം. ഓക്കെ, അപ്പൊ ബൈ. ഹായ്, എൻ്റെ പേര് റമദ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മുരിക്കുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഉമ്മ, വാപ്പ, താത്ത, പിന്നെ ഉമ്മൂമ്മ, നമ്മൾ 5 പേരാണ് വീട്ടിലുള്ളത്. എൻ്റെ ഒരു മാമ പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് അറിയുന്നത്, വോയിസ് ഓഫ് കേരളയെ പറ്റി. അതിൻ്റെ ഓഡിഷന് വരുമായിരുന്നു. ഓഡിഷന് വരുന്നതിന് തലേന്ന് എനിക്ക് പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ എനിക്ക് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടി. കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പോൾ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പകുതി വെച്ച് നിർത്തുമായിരുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് പാടാൻ പോകുന്ന കിളിച്ചുണ്ട മാമ്പഴം എന്ന് പറഞ്ഞ സിനിമയിൽ ഒന്നങ്കിളി മുന്നങ്കിളി എന്ന് പറയുന്ന പാട്ടാണ്. കുറച്ച് ടെൻഷനുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നോക്കാം. ഒന്നാങ്കിളി
റമദ ഓ റമദ എവിടുന്നാ വരുന്നേ? ഞാൻ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം. റമദ അടിപൊളിയായിരുന്നു കേട്ടോ. നൈസ്. ഔസാർ റമദ ഓ എങ്ങനെയുണ്ടായിരുന്നു റമദ? കൊള്ളായിരുന്നു, നന്നായിരുന്നു, അടിപൊളി. വേറെ കാര്യം ഇവിടെ റമദ നമ്മളിവിടെ തെളിയിച്ചിരിക്കുന്നത്, നമ്മൾ കൂകി കൂകി തെളിയും അല്ലെങ്കിൽ പാടി പാടി തെളിയും എന്ന് പറഞ്ഞതിന് ഒരു വലിയൊരു എക്സാമ്പിളാണ്. കാരണം പല്ലവി ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് അനുപല്ലവി വന്നു, ചരണം വന്നു, ലാസ്റ്റ് പല്ലവി ആയപ്പോൾ റമദ സ്റ്റഡിയായി, നന്നായിട്ട് പാടി ലാസ്റ്റ് പല്ലവി. അതിന് എന്താ മനസ്സിലാവുന്ന റമദ? എന്ത് മനസ്സിലായി? പാടി പാടി വന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. അത് ഒരുപാട് കാലം എടുത്തില്ല. ഒരൊറ്റ പാട്ട് പാടിയിട്ട് തുടങ്ങിയിട്ട്, ഇത് ആദ്യമാണ്. ഒരു പാട്ട് തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അനുപല്ലവി വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, പിന്നെ ചരണമൊക്കെ വന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങളായി. ഇത്ര ആയപ്പോഴേക്കും സ്റ്റഡിയായി. ഫസ്റ്റ് പല്ലവി ലാസ്റ്റ് പാടിപ്പോൾ കലക്കി ഇങ്ങോട്ട് പാടി. അപ്പൊ ഇനി ലാസ്റ്റ് പല്ലവി ആദ്യം പാടിയിട്ട് ഈ പാട്ട് പാടുമ്പോ ആദ്യം ലാസ്റ്റ് പല്ലവി പാടണം, തിരിച്ച് അല്ല, ലാസ്റ്റ് പല്ലവി ഫസ്റ്റ് പല്ലവി ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ ലാസ്റ്റ് പല്ലവി പാടുന്ന പോലെ ആദ്യം കൂടെ പാടി തുടങ്ങുക, അപ്പൊ എല്ലാം ശരിയാവും. ഇനിയിപ്പോ അതിന് ശേഷം അനുപല്ലവിയൊക്കെ ചിലപ്പോ ഗംഭീരമായിട്ട് വരും. ഇടയ്ക്ക് മഞ്ജരി എന്തോ പറയാൻ വന്നു. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ റമദ ഇരുന്നാലും വെറുതെ ഇത്രയും പഠിച്ചു, ലാസ്റ്റ് പല്ലവി മാത്രം പാടിയാൽ മതിയായിരുന്നു. അത് മാത്രമേ നോക്കിയുള്ളൂ. മോളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. പിന്നെ ഈ പാട്ടിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആദ്യം എനിക്ക് തോന്നണേ ഇന്ത്യയില് ഈ ബ്രത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങാതി വന്നു. പുള്ളിയാണ് പിന്നീട് ശങ്കർ മഹാദേവനായിട്ട് നമ്മൾ അറിഞ്ഞത്. പുള്ളി ആദ്യം ഇൻട്രൊഡ്യൂസ് സ്വന്തമായിട്ടൊരു ആൽബം ഇറക്കിയിട്ട് സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ബ്രത്ത്ലെസ് ആണ്. അതായത് ശ്വാസം എടുക്കാൻ ഗ്യാപ്പില്ല, വരികൾ ഇങ്ങനെ ഒരു ഫുൾ സോങ് തുടങ്ങി അവസാനം വരെ ബ്രത്ത്ലെസ് ആയിട്ട് അങ്ങോട്ട് പാടി അവസാനിപ്പിച്ചു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം പല ആൾക്കാരും തമിഴിലും മലയാളത്തിൽ ഞാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല പാട്ടുകളിലും. അപ്പോൾ അതേപോലെ ഒരു സംഭവം ഈ പാട്ടിലുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടുകൊതി കൊണ്ടുവരണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി അങ്ങോട്ട് ഒത്തിടുന്നത്. സോ അതൊക്കെ മാനേജ് ചെയ്തിട്ടാ. അപ്പൊ അതൊക്കെ തെറ്റുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നൂല്ലേ ആദ്യം? പേടിയൊന്നുമില്ല, ഒരു പേടിയുമില്ല. റമദ വളരെ കോൺഫിഡന്റ്. റമദയ്ക്ക് പേടിയില്ല അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. മഞ്ജരി നല്ല സുന്ദരമായ ഒരു കോസ്റ്റ്യൂം. ഞാൻ ഇതിങ്ങനെ തുടക്കം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു കളർ, ഒരു സ്കേർട്ടും ടോപ്പും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ഒരു കൊച്ചു കുട്ടി വന്നിട്ട് ഒന്നാങ്കിളി രണ്ടാങ്കിളി മൂന്നാങ്കിളി ഇങ്ങനെ പാടുന്ന പോലെ തോന്നിയത്. എന്നുവെച്ചാൽ ഒരു കൊച്ചു കുട്ടി ശബ്ദവും അതുപോലെ ഒരു കുഞ്ഞ് കുരുവിയുടെ ഒരു ശബ്ദം. നന്നായിട്ട് പാടിട്ടോ. എനിക്ക് ഇത് ഒന്നാമത് ഇത് ഫസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു ഡ്യുവറ്റ് പാട്ട് എടുത്തോണ്ടാണ്. രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് പാടിയത്. അങ്ങനെ 1-2 പേര് ചെയ്തു. വളരെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലുള്ള സോങ്സ് എടുത്ത് ഒരു താത്വികമായിട്ടുള്ള ഒരു അവലോകനം. ഒരുത്തരുണ്ടായിരുന്നു, രാജ്യം വിട്ടോ. അവിടെ ഉണ്ട്. ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടോ അന്വേഷിക്കാൻ. എന്താ എന്റെ അടുത്തേക്ക് വരാത്തേന്ന് നോക്കി ഇരിപ്പുണ്ട്. അവൻ SI സാറിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരും തല്ലാൻ ആരെങ്കിലും ഉണ്ടോ? സാറിനെ താണ്ടി വേണമെന്ന് എന്നെ തൊടാൻ. അതെ. റമദ മ്യൂസിക്കലി ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യം കോൺഫിഡൻസാണ്. അതിൽ ആവശ്യത്തിൽ കൂടുതൽ കോൺഫിഡൻസ് റമദയ്ക്കുണ്ട്. അങ്ങോട്ടേക്ക് നോക്കണ്ട. ഇല്ല, കാരണം നമ്മൾക്ക് ആർക്കായാലും ഒറ്റയ്ക്കുള്ള പാട്ട് പാടാൻ തന്നെ വലിയ ടെൻഷനായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ. പക്ഷെ ഇത് ഡ്യുവറ്റ് പാട്ട് ഇതുവരെ അങ്ങനെ റിയാലിറ്റിയിൽ പങ്കെടുക്കാത്ത ഒരാൾ വന്നിട്ട് ധൈര്യമായിട്ട് വന്നു ഒറ്റയ്ക്ക് നിന്ന് പാടി. ആദ്യത്തെ വേദി തന്നെ ആദ്യമായിട്ട് റിയാലിറ്റി ഷോ പങ്കെടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടേ. ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് കുറച്ച് ശ്രുതി, കുറച്ച് താളം, കുറച്ച് ലയം, കടുക്കുറ ഇത്രേ ഉള്ളൂ. പ്രശ്നം തീർന്നു. അത് കുറച്ച് വർക്ക് ചെയ്താൽ ശരിയാവും. അത് തീരെ മോശമാണെന്നല്ല, നന്നായി പാടി. കുറച്ചുകൂടെ നമുക്കൊരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോകണം, നന്നാവണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ? ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന എൻ്റെ സുന്ദരിയായ റമദയ്ക്ക് എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ 10th-ലാണ്. കൊച്ചു കുഞ്ഞാണ്. സമയമുണ്ട് ഇഷ്ടം പോലെ. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഉഷാറായിട്ട് കുറെ കൂടെ സമയം പ്രാക്ടീസിനാക്കിയിട്ട് വരണം. മാർക്ക് വാങ്ങിച്ചാലോ? സാർ 1. അതിനു മുമ്പ് എന്തായിരിക്കും? 31. ഷുവർ? 31. നല്ല ജഡ്ജ്മെന്റ് കേട്ടോ.
മഞ്ജരി റമദ ഓ ഇന്നത്തെ ഈ തുടക്കത്തിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രം 31. 31. താങ്ക് യു മാം. ഇപ്പൊ ടോട്ടൽ എത്രയായി? 62. 2. കണ്ടാ 62. അതായത് 10ാം ക്ലാസ് 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് BSc മാത്സ് തോട്ടിൽ പോയി 10 കരയിൽ വീണു. അപ്പോ 62. ഈ മാർക്ക് നോക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി പാട്ടില് അടിപൊളി മാർക്ക് വാങ്ങിക്കണം. ഓക്കെ ഓക്കെ, അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരും. ബൈ. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനിച്ചിരിക്കുന്നു. സന്തോഷമായിട്ട് ഉറങ്ങി ഉഷാറായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. ഓക്കെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.